1/2 മണിക്കൂർ ഇങ്ങനത്തെ കുറേ കളിത്തമാശ കഴിഞ്ഞതിന് ശേഷമാണ് അന്ന് ക്ലാസ് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. തുടക്കമായിട്ടാണ്. പിന്നെ അങ്ങോട്ട് ഭാരത നടനത്തിൻ്റെ ശക്തിമത്തായ ഓരോ ഐറ്റംസും ഇങ്ങെത്തും. കറണ്ടിൽ കളിക്കരുതെന്ന് എൻ്റെ ഉപദേശത്തിന് അവസരം കിട്ടിയപ്പോൾ തിരിച്ചു പറയുകയാണ്. പഠിപ്പിക്കുന്ന പ്രാക്ടീസ് ക്ലാസ്സുകളിൽ നമുക്ക് മാൻകുട്ടികളെയും പശുക്കുട്ടികളെയും ആമക്കുട്ടികളെയും ഒക്കെ കാണാം. പക്ഷേ ആദ്യം തുടങ്ങിയ ക്ലാസ്സിൻ്റെ ആ ഒരു ടൈമിങ് കഴിഞ്ഞ് അല്പം പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് സ്റ്റേജിലേക്ക് എത്താറാകുന്ന സമയമാകുമ്പോഴത്തേക്കും എല്ലാവരും വളരെ ചടുലമായി പെർഫെക്ഷനിൽ നൃത്തത്തിന് അനുസൃതമായ രീതിയിൽ തന്നെ എത്തിയിരിക്കും. തമാശ വേണ്ടെടുത്ത് തമാശയും, എന്നാൽ ശ്രദ്ധ വേണ്ടെടുത്ത് ശ്രദ്ധയും ഉറപ്പായും ഉണ്ടായിരിക്കും. നല്ല ശ്രദ്ധിച്ചു നിന്ന സിദ്ധിമോള് ദിശയൊക്കെ മാറിപ്പോകുവാണ്. മീനാക്ഷിക്കുട്ടി കൂടെയുള്ളവരെയൊക്കെ ഇടിച്ച് തെറിപ്പിച്ചാണ് ചെയ്യുന്നത്. അനാമികമോൾ തെറ്റേത് ശരിയേത് എന്ന കൺഫ്യൂഷനിൽ ഒരു ചുറ്റലിലൂടെ ഇങ്ങ് കടന്നെത്തി. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ പഠിച്ചിട്ട് തെറ്റിക്കുക എന്നത് നമ്മുടെ ശ്രീലക്ഷ്മി മോളുടെ ഒരു ഹോബിയാണ്. അഭിരാമി മോൾക്ക് എവിടെ നിടി കിട്ടും എന്നൊരു കൺഫ്യൂഷനേ ഉള്ളൂ. എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് ഒരിരിപ്പുണ്ട് കേട്ടോ. പക്ഷേ കുറച്ച് നാളിന് ശേഷം ഈ നൃത്തം പെർഫെക്റ്റ് ആയതിനു ശേഷം പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ഇടും. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് മോളെ? വളരെ മനോഹരമായിട്ട് യോ ഇച്ചിരി സിമ്പിൾ സ്റ്റെപ്പും കുറച്ച് സ്പീഡാണെന്നേ ഉള്ളൂ. കുടിച്ചോ മക്കളെ, കുറച്ചേ കുടിക്കാവൂ. ഇത് തെറ്റോ ശരിയോ സമൂഹം പറയട്ടെ. അടുത്ത ചോദ്യം. ഗുരുപൂർണിമയ്ക്ക് ടീച്ചറിന്റെ പാദസേവ പൂജ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പ്രൊട്ടസ്റ്റ് ആയിട്ട് നടക്കും. അതിന് ശരിയായിട്ട് ഗുരു എന്നതുപോലും അറിയാവുന്ന ആളുകൾ തന്നെ വളരെ കുറവാണ്. അപ്പം അതിന് വലിയ കുറ്റമൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്നെ അറിയാം, എനിക്ക് നിങ്ങളെ അറിയാം. അതാണ് അതിന്റെ ഉത്തരം, അല്ലേ മക്കളെ? അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരാം. നമ്മുടെ സോനക്കുട്ടി എടുത്തോണ്ടിരിക്കണോ? ഓക്കെ, അപ്പൊ ടാറ്റ പറയാം. ടാറ്റാ.